അലീനെ. ചായ എന്നാ വേണ്ടേ? എനിക്കൊരു കട്ടനടി എന്നല്ലേ പപ്പ? റോഷി. എന്തോ എന്നതാ ഇവിടെ പപ്പയും മോളും? അതൊന്നും അല്ല മേരിയമ്മേ, പപ്പയ്ക്ക് ഭയങ്കര കുടിയാണെന്നേ. ഇച്ചായ എന്താടി? റോഷി പറഞ്ഞ സത്യാണോ? അത് മോളെ കൊള്ള ഇച്ചായ. എന്നാലും എന്റെ ഇച്ചായ ഒരു മുഴു കുടിയനായി പോയല്ലോ കർത്താവേ. പപ്പ അപ്പോ ഇല്ലാത്ത ശീലമൊക്കെ പപ്പ തുടങ്ങിയല്ലേ? നിങ്ങൾ ഇത് എന്നതൊക്കെയായി പറയുന്നേ? ഞങ്ങൾ കട്ടൻ ചായയുടെ കാര്യമാ പറഞ്ഞത്. കട്ടൻ ചായയോ? ആണോ റോഷി? അതേ മേരിയമ്മേ, ഈ പപ്പയ്ക്ക് ഭയങ്കര കട്ടൻ ചായ കുടിയാണെന്നേ. അത് കൊള്ളാം. പപ്പ ഇങ്ങനാണേലും പിന്നെ മോൾ എങ്ങനെ ആവാതിരിക്കോ? എന്താലിസേ? അത് മേരി, ഞാൻ വാവയുടെ കാര്യമാ പറഞ്ഞത്. അത് ശരിയാട്ടോ. എടി അലീനെ, ഒരു കട്ടൻ എടുത്തിട്ട് വാടി. ഒന്ന് പോ മനുഷ്യ. നീ പോടി. എനിക്ക് എന്റെ പെങ്ങളിട്ട് തരും അല്ലേ അലിസേ? വേണ്ട, എനിക്ക് കട്ടൻ വേണ്ട. പാവ പപ്പ പേടിച്ചു പോയി. ഹലോ. അല്ല ആന്റി, നിങ്ങൾ ഇതുവരെ എവിടെ പോയി? അത് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു റീക്കുട്ടാ. പർച്ചേസിംഗോ? അതിന് ഡ്രസ്സൊക്കെ ഇവിടെ ആവശ്യത്തിനുണ്ടല്ലോ. അതല്ല മോളെ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്ക് വല്ല അറിയോ? നാളെ തിരുവോണമല്ലേ? അതെ, നാളെ തിരുവോണമാണ്. അതിനെന്താ ഇപ്പോ? ഇപ്രാവശ്യത്തെ തിരുവോണം നമുക്ക് അങ്ങ് ആഘോഷിച്ചാലോ? വാവ്, അത് പൊളിച്ച്. എന്താളയാ നിങ്ങളുടെ അഭിപ്രായം? അതിനെന്താ, നമുക്ക് ഇപ്രാവശ്യത്തെ തിരുവോണം അങ്ങ് തകർത്തേക്കാം. ഓണക്കോടി വേണം പപ്പ. നിങ്ങൾക്കുള്ള ഓണക്കോടിയല്ലേ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഓ, അപ്പൊ വെൽ പ്ലാൻഡ് അല്ലേ? അതെ അതെ. എല്ലാവർക്കും ഡ്രസ്സിനകത്തുണ്ട്. സദ്യ ഉണ്ടാക്കണ്ടേ ആലിസേ? വേണം. മമ്മി, പായസം വേണേ? പായസം ഇല്ലാതെ സദ്യ ഉണ്ടോ അത് കുട്ടാ? റോഷി, ഇവിടെ ഒരു കള്ളിപ്പൂച്ച ഉണ്ട് കേട്ടോ. ആ പൂച്ചയ്ക്കാണെങ്കിലോ ഭയങ്കര പായസക്കൊതിയാ. പായസം ഉണ്ടാക്കി വെച്ച ഉരുളിയിലായിരിക്കും ആ പൂച്ചയുടെ ഉറക്കം. പിന്നെ ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എടാ തെണ്ടി ഇച്ചായ, നിങ്ങളെ ഞാനൊന്ന് കൊല്ലും. അയ്യോ എടാ, ഏതാ ഈ നാഗവല്ലിയെ പിടിച്ച് തളച്ചിട്. ഇച്ചായ മര്യാദയ്ക്ക് അവിടെ നിന്നോ. എടി അത് വേണ്ട എന്റെ ചെറുക്കൻ. നീ അവിടെ അടങ്ങിയിരിക്കാനീ. അവന് രണ്ടെണ്ണം കിട്ടണം. അതാ, അവളുടെ നല്ലത് കിട്ടുമ്പോ അവന് സമാധാനമാവും. എന്നാ പിന്നെ ഞാനും ആടവച്ചാനും കൂടെ പോയി സദ്യക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരാം. വായിച്ചായ പോകാം. അതിന് ലിസ്റ്റ് വേണ്ടേ? മമ്മി, ആ ലിസ്റ്റ് ഇങ്ങോട്ട് താ. വാ, ഞാൻ തരാം. അങ്ങളെ വാ, ഞാൻ കട്ടൻ ഉണ്ടാക്കി തരാം. സത്യം? പിന്നെന്താ, വാ അങ്ങളെ. കണ്ടോടെ റോഷി, എനിക്കിനി എന്റെ യുവക്കൊച്ചുണ്ട്. ഓ ആയിക്കോട്ടെ, അഗസ്റ്റിന് അങ്ങോട്ട് ചെല്ല്. സ്വന്തം പപ്പേനെയാണോ പേര് വിളിക്കുന്നേ? അയ്യോ അയ്യോ മമ്മി, വീട് എന്റെ ചെവി വേദനിക്കുന്നു. മമ്മി വീട്. ഇനി എങ്ങാനും ഇങ്ങനെ വല്ലതും ഞാൻ കേട്ട. ഇല്ല, നിർത്തി. ആനി ചേച്ചി. എന്തോ? വാ, ഞാൻ കാലടക്കി തരാം. വാ ചേച്ചി, നമുക്ക് പോയി ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ജ്വല്ലറീസ് ഒക്കെ സെലക്ട് ചെയ്യാം. ജെസി വാടി. ചേച്ചി. റോഷി, നീ എന്നോട് ഒന്ന് വന്നേ. എന്താ ചേച്ചി? ഞാൻ ഈ ചേച്ചിക്ക് കാലടക്കി കൊടുക്കാൻ പോവാ. അതിപ്പോ പോവാം. ഈ ചേച്ചി റൂമിലോട്ട് ഇടുന്നോ? ഞങ്ങളിപ്പോ വരാം. ശരി. എന്താ ചേച്ചി? എടി, ആ രണ്ടെണ്ണം കൂടെ അങ്ങോട്ട് പോയേക്കുമില്ലേ? അതിന്റെ കാര്യം എന്തോന്നും അറിയത്തില്ലല്ലോ. ബാ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, ബാ. ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം അതേപോലെ മേടിച്ചിട്ട് വരണം. എന്തേലും മിസ്റ്റേക്ക് വന്നാൽ പിന്നെ രണ്ടാമത് വീണ്ടും ഞാൻ പറഞ്ഞോടും കേട്ടല്ലോ. ഓ ശരി മമ്മി. ചെല്ല്. എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞങ്ങൾ ആദ്യമായിട്ട് മേടിക്കാൻ പോവല്ല. അതുകൊണ്ടാ. നീമാരല്ലേ, പറയാൻ പറ്റത്തില്ല. ശരി, ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം. ശരി, പോ, ചെല്ല്.
മുടി എപ്പോഴും നമ്മൾ കെട്ടി വെക്കണം കേട്ടോ, അതോ എന്നാലും നിന്റെ മുടി വളരത്തുള്ളൂ. അച്ഛാ. എന്നതാടി ഇവിടെ നടക്കുന്നേ? നീ കാണുന്നില്ലേ റോഷി? ഞാനും കാണുന്നേ. അതേ ചേച്ചി, ഈ ചേച്ചി കാണുന്ന തന്നെ ഞാനും കാണുന്നത്. എന്നാൽ ഇതിങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ശരിയാണല്ലോ, എന്തായിരിക്കും നടന്നത് അറിയില്ല. ബാ, നമുക്ക് എന്തായാലും ആനി ചേച്ചിയുടെ തൊട്ട് പോവാം. ഓക്കെ. ഓ റോഷി വലിയടി വലി. ഓ റിയേച്ചി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ അങ്ങോട്ട് വലിക്ക്. ഓ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. അതോ എന്തേലും ഒരു പ്ലാൻ പറ.
ഞാനെന്താ പറയാനാടി റോഷി, ഇവ നീയെങ്കിലും. ഓക്കെ, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. പറഞ്ഞോണ്ടിരിക്കാതെ അങ്ങോട്ട് ചെയ്യടി. നോക്കുന്നില്ലല്ലോ. അയ്യോ എടാ പന്നി, സോറിടാ. ഏതാ എന്നെ നടു പോയേ. ഞങ്ങളെ ജയിച്ചേ. എന്നാലും നീ എന്തിനാണ് വിട്ടത്? അത് ആ യുവ എന്നെ ചതിച്ചാടാ. മോനെ ആരോണേ, എന്താ നീ ഇങ്ങനെ പെൺകോന്തനാവാതെ ആണുങ്ങളുടെ വില കളയരുത് കേട്ടോ. ശരിയെന്നാ. ഇയാളെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇത് കുത്തുന്നുണ്ടല്ലോ. എന്താടാ? ഒന്നുമില്ല, ഞാൻ ഇച്ചാനൊന്ന് ഉപദേശിച്ചതാ, അത് എനിക്ക് തിരിച്ച് പാരയായി. വൗ വണ്ടർഫുൾ. അങ്ങനെ നമ്മുടെ പെൺപടകൾ ജയിച്ചിരിക്കുന്നു ഗൈസ്, ജയിച്ചിരിക്കുന്നു. ഞങ്ങൾ ജയിച്ചു. ആർപ്പോ ഓ, നിങ്ങൾ കള്ളത്തരം കാണിച്ച ജയിച്ചത്. എന്താണ് ഞങ്ങൾ ജയിച്ചില്ലേ, അത് മതി. മാർഗമല്ല പ്രധാനം, ലക്ഷ്യമാണ് ലക്ഷ്യം. ഇത് വല്ലാത്തൊരു മാർഗമായി പോയി. എടാ ജോണേ, എന്താടാ? എടാ നമുക്ക് ഒരു കുപ്പയ്ക്ക് എടുത്തൊന്ന് എൻജോയ് ചെയ്താലോ? എല്ലാവരും ഇല്ലേ? അവളുമാരറിഞ്ഞ സീനാകത്തില്ലേ? അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? അത് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം നമുക്കടിക്കാം. അതൊരു ബെസ്റ്റ് ഐഡിയ ആണ്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഒരു 12 മണിയാകുമ്പോൾ നമുക്ക് സെറ്റ്. ഓക്കെ. ഇപ്പൊ പിരിഞ്ഞു. എന്താണ് ഇവിടെ പപ്പന്മാരെല്ലാരും കൂടി? അയ്യോ, ഇവള് കേട്ടോ? ഇല്ലായിരിക്കും. എന്താ മോളെ ഇവ? അല്ല, സംതിങ് ഫിഷിംഗ്. എന്ത്? ഒന്നുമില്ല, നിനക്ക് തോന്നിയ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. മേരിനെ തിരക്കുന്നുണ്ടായിരിക്കും. ഞാൻ പിടിച്ചോളാം. ഗൈസ്, എന്താ? പപ്പമാര് പ്ലാൻ ചെയ്തു തുടങ്ങി. എന്ത്? അവര് 12 മണിക്ക് ശേഷം അടിക്കാൻ നിൽക്കുവാ. ആരെ അടിക്കാൻ? ഓ പുട്ടി, കള്ളു കുടിക്കാൻ നിൽക്കുവാന്ന്. വാവ്, സൂപ്പർ. കള്ളു കുടിക്കാനോ? ഇതിവിടെ അനുവദിച്ചൂടാ. ഇപ്പൊ തന്നെ കുളവാക്കാം. നില്ല്, നമുക്ക് കയ്യോടെ പിടിക്കണം. അതായിരിക്കും അതിൻ്റെ ഒരു ത്രില്ല്. ശരിയാ. അപ്പം 12 മണിയാവുമ്പം നമുക്ക് പൊളിക്കണം. ഓക്കെ, സെറ്റ്. എടാ, നമുക്കിന്ന് വല്ലവും. എന്ത്? മറ്റേത് കഞ്ചാവോ? ഓ പൊട്ട, കഞ്ചാവല്ല. പിന്നെ ഓ അത് സെറ്റ് ചെയ്യാം. പക്ഷെ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അതത്രേ ഉള്ളൂ. അവൾമാരൊന്നും അറിയരുത്. ഒരു ഇത്തിരി തെളിവ് പോലും കിട്ടരുത് കേട്ടോ. അതേപോലെ ക്ലീൻ ആയിട്ട് ചെയ്ത് തീർക്കണം. എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാടാ. 12 മണിയായിട്ട്. ഇത്തവണ തോണം നല്ല രസമായിരുന്നല്ലേ? അതെ. എന്താ കസരകളി, പൂടിയല്, ഉറിയടി, എന്തൊക്കെയായിരുന്നല്ലേ? ഭയങ്കര രസമായിരുന്നു. എന്തായാലും സദ്യക്ക് ഒരു കുറ്റം ആരും പറഞ്ഞില്ല. അതിന് നമ്മളല്ലേ സദ്യ ഉണ്ടാക്കിയത്. അതെ, എത്ര പെട്ടെന്ന് ഓണം കഴിഞ്ഞത്. സത്യം. ഇനി 1 വർഷം എടുക്കും അടുത്ത ഓണം വരാൻ. എന്നാ പിന്നെ നമുക്ക് കിടന്നാലോ? ലേറ്റ് ആയില്ലേ? ശരി എന്നാ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഉറങ്ങിയെന്ന് തോന്നുന്നു. പതിയെ വലിയ. എങ്ങോട്ടാ? നീ ഉറങ്ങിയില്ലേ? ഇല്ല, ഇവിടെ ഒന്ന് കിടക്ക്. മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് കിടന്നോണം. കർത്താവേ, ഞാൻ എങ്ങനെ എസ്കേപ്പ് അടിക്കപ്പെട്ടല്ലോ. ഇച്ച എന്താ അവിടെ തപ്പിത്തന്നെ നിൽക്കുന്നത്? ഞാൻ വെള്ളം കുടിക്കാൻ. വെള്ളം ഇവിടെ ജഗിലിരിപ്പുണ്ടല്ലോ. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? വെള്ളം കുടിച്ചിട്ട് വന്ന് കിടന്നുറങ്ങ്. വരുന്നു. പെട്ട്.
എന്താ? അല്ല ഞാനൊന്ന് കോൾ ചെയ്യാൻ. ഈ രാത്രിയിലോ? അർജന്റ് കോളാ. പറ്റത്തില്ല, ഇവിടെ നിന്ന് വേണമെങ്കിൽ കോൾ ചെയ്തോ. എടി അത് നിനക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വെച്ചാൽ നീ ഉറങ്ങിക്കോ. വേണ്ട, എനിക്ക് ഡിസ്റ്റർബൻസ് ഇല്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ. ഓ പെട്ട്. ആ മോളെ. ആ ആ അവിടെ എന്തോ പറയുന്നു? ആണോ? ആ അവിടെ ഭയങ്കര ഓണാഘോഷമല്ലേ. ആ ആ ചിഹ്നമൊക്കെ ആയിട്ട് കളിക്കുന്നൊക്കെ കൊള്ളാം. മറിഞ്ഞു വീടില്ല കേട്ടോ വാവേ. ശരി ശരി. ആ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്. ആ ഉമ്മ. ശരി. നീ ഉറങ്ങുന്നില്ലേ? എന്നെ ഓർക്കൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ പോവാനാ? അല്ല നീനെ നിങ്ങൾ കുറെ തിരുവാതിരൊക്കെ കളിച്ച് സദ്യയൊക്കെ ഉണ്ടാക്കി ക്ഷീണിച്ചിരിക്കുമല്ലേ, അപ്പൊ നീ നേരത്തെ കിടന്ന് ഉറങ്ങാ. മോനെ അഗസ്ത്യ, കള്ള് കുടിക്കാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ നിർത്തിക്കോ. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കിടന്നോ. അലീനെ ഇങ്ങോട്ട് വാ മനുഷ്യ. ഓ വരുന്നു. പെട്ട്. നോവേ നിനക്ക് ഉറക്കം വരുന്നില്ലേ? നിങ്ങൾക്ക് ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കോ വെച്ചാ. അതല്ലടി നീ ഉറങ്ങിക്കോ, നീ ക്ഷീണിച്ചിരിക്കുമല്ലേ. നിങ്ങളെ പ്രശ്നം എന്ത്? കുറെ നേരമല്ല എന്നോട് ഉറങ്ങാൻ പറയുന്നത്. അല്ലടി നീ ക്ഷീണിച്ചിരിക്കുന്നുണ്ട്. എനിക്കൊരു ക്ഷീണവും ഇല്ല. പിന്നെ ഡോർ തുറന്ന് വെളിയിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഡോർ ലോക്ക് ചെയ്ത് വെച്ചേക്കോ. കീ എൻ്റെ ഇല്ല. അതിപ്പോ നിങ്ങളുടെ ആണുങ്ങളുടെ ഉടായ്പൊക്കെ ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് അറിയാം കേട്ടോ. വണ്ടർഫുൾ. അപ്പൊ ഞാനും പെട്ട്. എടാ എല്ലാം സെറ്റല്ലേ? ഓൾ സെറ്റ്. അവളുമാരുടെ റൂമിനകത്താ. അപ്പൊ പിന്നെ നമുക്ക് ബാൽക്കണി പോവാം. അല്ല കുപ്പി ഏതും കൊണ്ടുവരും? അവന്റെ റൂമില ആണോ? എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. എടാ ഇവൻ എന്തേ? ഇവൻ എത്ര വട്ടം കിടന്ന് വിളിക്കണം. ഇവൻ എന്താ വരത്ത്? എവിടെ പോയി? ഇനി പപ്പയുടെ വയൽ വല്ല ചെന്ന് പെട്ടോ? ഡോണ്ടു അങ്ങനൊന്നും പറയല്ലേ കർത്താവേ. ഇവനെന്താ എവിടെ പോയി? ഗേൾസ്, നിങ്ങൾ ഞാൻ പറഞ്ഞ് കേൾക്കൂ. ഇത് ജസ്റ്റ് ഒരു ലോക്കൽ കുപ്പിയാ. ഇതടിച്ച് അത്ര ഫിറ്റ് ഒന്നും ആവത്തില്ല. ഞങ്ങൾ ഈ വെറുതെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ചെയ്യുന്നതാ. നിങ്ങൾ അത്ര സീരിയസ് ആക്കരുത് പ്ലീസ്. എന്തോ? എങ്ങനെ? ഇച്ചാ ഞങ്ങളെ വെറുതെ പൊട്ടികളാക്കല്ലേ. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകത്തില്ല കൂടിയ കുപ്പിയാന്ന്. നിങ്ങൾ എന്തോ ഈ കാണിക്കുന്നേ? ഇപ്പോഴും നിങ്ങൾ ഇത് ശീലമാക്കുവാണോ? ഞാൻ ആലിസമ്മയോട് പറയട്ടെ. ഡോണ്ടു മോളുടെ സ്വന്തം ഇച്ഛയാണ്, അങ്ങനെ ചെയ്യരുത്. അന്നാലും വേദനിച്ചാ. നിങ്ങളെ പറ്റി ഞാൻ ഇത്രയും വിചാരിച്ചില്ല. മോളെ ലിസ, ഞാൻ അത്രക്കാരൻ നെഹിഹേ. അവന്മാരങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് കൂടാൻ. ഒരു 1.5 കൂട്ടിൽ ഞാൻ കൂട്ടിത്തരാം. പോടി പൂച്ച കുഞ്ഞ്. എടി കുപ്പി താടിയേ. ഞാൻ പോട്ട്. അവന്മാർ കിടന്ന് വിളിക്കുന്ന കണ്ടോ? കുപ്പി തരാം, ബട്ട് വൺ കണ്ടീഷൻ. എന്താ? കിസ് വേണോ? തുപ്പല് തെറിച്ച്. ഇപ്പൊ തുപ്പല് തെറിച്ചോളൂ. ഞാൻ തുപ്പി തരും കേട്ടല്ല. ഇത്രയും അനിയത്തിമാരെ മുന്നിൽ വെച്ച് പറയുന്ന കേട്ടില്ല അങ്ങേര്. ഷെയിംലെസ് ഇച്ചായ, ഷെയിംലെസ്. എന്തോ വേണം പിന്നെ? എന്തോ വേണം എന്ന് വെച്ചാ ഇച്ചായ ഒരു ഡാൻസ് കളിക്കാം. ഡാൻസോ? ഒരു പാട്ടിന് ഞങ്ങൾ ഇട്ടുതരാം. ഇച്ചായ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ ഈ കുപ്പി അങ്ങോട്ട് തരും. വൈ നോട്ട്? പാട്ടിട്ട് പെട്ടെന്ന് കളിച്ചു തരാം. ടൈം ഇങ്ങനെ വേസ്റ്റ് ആക്കല്ലേ. പെട്ടെന്ന്. എമ്മി ചേച്ചി ഓക്കെ. അത് അപ്പൊ കളിച്ചു തുടങ്ങിക്കോ. ഇവ എന്താ പ്ലാൻ? ഈ ചേച്ചി ഈ കുപ്പിയിലുള്ളത് വേറൊരു കുപ്പിയിലോട്ട് മാറ്റിയിട്ട് ഇതിനകത്ത് പച്ചവെള്ളം ഒഴിച്ചാൽ മതി. ഓക്കെ ഓക്കെ സെറ്റ്. അത് കമോൺ. ചില്ല്. ഇവ സെറ്റ്. ഓക്കെ ചേച്ചി. ഓ സൂപ്പർ ഇച്ച, സൂപ്പർ ഇച്ച. ഞങ്ങളുടെ മുത്തല്ലേ. എന്നെ ചെയ്യാൻ ഇങ്ങനെ പുകഴ്ത്താതെ. അപ്പൊ ശരി, ഞങ്ങളുടെ കുപ്പി കുപ്പി ദാണ്ടേ. അപ്പൊ ഓക്കെ, ഞങ്ങൾ പോയി അടിച്ച് തകർത്തിട്ട് വരാം. ചെല്ല്. ഈ സഹായത്തിന് പകരം അടുത്ത ക്രിസ്മസിന് 2 ബിയർ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഇച്ഛ മേടിച്ചിരും. ഞങ്ങളുടെ ഇച്ചായ ഞങ്ങളോട് ഭയങ്കര സ്നേഹം ഞങ്ങൾക്ക് അറിയത്തില്ലേ. ലവ് യു ഇച്ചായ. ലവ് യു ടു മിസ്സസ്. ഓക്കെ ബൈ. ചെല്ല്. പച്ചവെള്ളം കുടിച്ചു തീർക്കുന്നു. നമ്മളോടാ കളി. എമ്മി ചേച്ചി ഗ്ലാസ് എടുത്ത് വെക്ക്. ഓ ഡൺ മുത്തേ. ഏതെന്നത് എന്തിയാടാ? വന്നു ഞാൻ വന്നു. എടാ നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു?
സോറി കുറച്ച് പ്ലാൻ ചെയ്യാനുണ്ടായിരുന്നു. അവരെ കണ്ണി പെടരുതല്ലോ. ഓ അങ്ങനെ. നിങ്ങളെപ്പോലെ അല്ല ഞാൻ. ഓക്കെ ഓക്കെ സാധനം എടുക്കടാ. കൂടിയ സാധനമാണ്. നിൽക്കുമ്പോൾ നോക്കി അടിക്കണം. കരളങ്ങാണ് അടിച്ചോയെ എന്നെ ഒന്നും പറയരുത് കേട്ടല്ലോ. ഓ കേട്ട് നമ്മളിതൊക്കെ കുറെ കണ്ടാണേ. അത് ശരി. Cheers. അയ്യേ ഇതെന്താ പച്ചവെള്ളോ? പച്ചവെള്ളം ഏതാ? ഇതവളാ? തവളയോ? തവളയല്ല അവളാ. ആര്? ആ ഇവ. അവളുമാരെല്ലാരും കൂടി എനിക്കിട്ട് പണിഞ്ഞതാ. നീ എന്നതൊക്കെ ഈ പറയുന്നേ? എടാ സത്യം പറഞ്ഞ ഞാൻ അവളുമാരുടെ അടുത്ത് പെട്ടുപോയായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് എസ്കേപ്പ് അടിക്കാൻ അവളുമാർ എന്നോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ കളിച്ചു. ആ സമയത്ത് അവളുമാര് കുപ്പിയിലെ സാധനം മാറ്റിയതാ. എന്നെ ചതിച്ച അവളുമാര് തെണ്ടികള്. വണ്ടർഫുൾ. അല്ല ആ കുപ്പിയിലെ സാധനം എന്തേ? അതവളുമാര് കളഞ്ഞാണ്. ഇനി അവളുമാരെ അതെടുത്തടിക്കൂ? എന്റെ പെങ്ങന്മാര് അത്തരത്തിലുള്ളവരല്ല. പറയാൻ പറ്റില്ല. ആ ഇവയാണ് അവരുടെ കൂടെ. എന്തും നടക്കാം. വാടാ വാ നോക്കാം. They are the traditional drunkards of Kerala. Only drinking and eating, no work. എന്താ ഇത്ര ബഹളം? ഒന്നുമില്ല മമ്മി. നിങ്ങൾ പോയി കിടന്നുറങ്ങ്. അല്ല അവിടെ എന്താ പാട്ടും മേളമൊക്കെ? അതവര് ഓണമൊക്കെ കഴിഞ്ഞില്ലേ, അതിന്റെയൊക്കെ ഒരു ആഘോഷം. കസിൻസിന്റെ ഒരു വൈബ് ആഘോഷിക്കുക അവര്. ഓ അല്ല മോനെ, അതിനകത്ത് റോഷി അറിയുണ്ടോ? അലീനേനെ അവരില്ല. അവർ നേരത്തെ ഉറങ്ങി. ആണോ? നിങ്ങൾ ചെന്ന് ഉറങ്ങുക. നിങ്ങൾ വെറുതെ ഉറക്കമൊഴുത്. ചെല്ല്. ശരി. പിന്നെ പാട്ടൊക്കെ ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ പറ അവളുമാരത്ത്. പറയാം. ഇവളുമാരും അമ്മമാരും കണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായാൽ. അതെങ്ങനെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവാനാ? എടാ പൊട്ട, നമ്മളല്ലേ കുപ്പി മേടിച്ചത്. കുപ്പി എങ്ങനെയാ വന്നു ചോദിക്കുമ്പോൾ നമ്മുടെ പേരിൽ പറയത്തോളം അവളുമാര്. അത് ശരിയാ. എന്തായാലും അവർ കാണാൻ്റെ കാര്യമായി. ഇവളുമാരി നീ എന്തോ ചെയ്യാ? എന്താണ് ഇങ്ങോട്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നേ? വാ നമുക്ക് ഡാൻസ് കളിക്കാം. ഒന്ന് പോടിവോ. എന്റെ മൊത്തം കുപ്പി അടിച്ചു വെട്ടിയിട്ട് അവള് നിക്ക് നോക്കിയേ. എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. വേണ്ട നീ ഒന്നും ചെയ്യണ്ട. നേരെ നിക്കാതു. എന്റെ കാലം 1 2 3 4 ഉണ്ടെന്ന് സംശയം. ബോധം ഇല്ലല്ലോ. എടാ ഇവളുമാര് എന്തോ ചെയ്യും. നമ്മള് എന്തോ ചെയ്യുമെന്ന് ചോദിച്ചാ ഒന്നും ചെയ്യാനില്ല. വണ്ടർഫുൾ. നമുക്കിവിടെ ഇരിക്കാം. അതായിരിക്കും നല്ലത്. ശരിയാ? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്നെ വീടടി. ഞാനേ ഈ സോഫയിൽ കിടക്കാം. അതായിരിക്കും നല്ലത്. അയ്യോ എന്താ ഉരുണ്ടോന്ന്? ഇവ ഒന്ന് എഴുന്നേറ്റ് മാറടി. ഇല്ല, ഞാൻ ഈ നെഞ്ചത്ത് കിടന്നിറങ്ങും. പെണ്ണ് എന്താ അത്? എടുക്ക് എന്നെ എടുക്ക്. കർത്താവേ ബാ. ഉറക്ക്. എനിക്ക് ഉറക്കാൻ പറ്റുന്നു. നീ ഉറങ്ങിക്കോ. ഉറക്ക്. വാവോ അത് ഉറങ്ങണി. പൊന്നപ്പൂച്ചേ ഉറങ്ങിക്കോ. വാവോ. ചിരിക്കുന്നോടാ. എന്താണ് അമ്മി നിനക്ക്? This is my entertainment, you know. എനിക്ക് വയ്യ. കുരിശോള്. അതെവിടുന്നാ? ഇവിടുന്ന്. എന്താടി? എനിക്ക് എന്റെ ഇച്ഛായനെ കാണണം.
ഏത് ചായ? എന്റെ ആടുച്ചാന. ആ സബാഷ്, തീരുമാനമായി. ആടുച്ചായ. അയ്യോ എമീ, വാവക്കല്ലടി, വാവക്കല്ലേ, എന്റെ പൊന്നനീത്തിയല്ലേ, വാവക്കല്ലേ. ഇല്ല ഇച്ചായ, ആടുച്ചായ എനിക്ക് കാണണം. എന്റെ ഇച്ചാനെ കാണിച്ചാടാ പട്ടികളെ. ഓ ഇവളിത് കൊളവാക്കും, കൊളവാക്കും. നീ ഇങ്ങനെ സിനിമ ഡയലോഗും പറഞ്ഞോണ്ടിരിക്കാതെ എന്തേലും ചെയ്. തുണി കെട്ടി വെച്ചല്ല വൈകി ഒന്ന് പോടാറിഞ്ഞു. മോളെ നീ കരയല്ലേടി. ഏതാ? എന്താ? എനിക്ക് ആടുച്ചാനെ കാണണം. എടി ആടെ വെച്ചാൻ ഉറങ്ങിയടി മോളെ, നമുക്ക് നാളെ രാവിലെ കാണാം. പറ്റത്തില്ല, എനിക്കിപ്പൊ കാണണം. കൊല്ലുകൊല്ലെന്നെ കൊല്ല്, നിന്നെ ഞാൻ കൊല്ലും. വല്ല കാര്യം ഉണ്ടായിരുന്നു അവൾമാർക്ക് ആ കുപ്പി കൊടുക്കട്ടെ. അയ്യോ എനിക്ക് വയ്യേ, ഇതിനകത്തിന്റെ കേടായിരുന്നു എനിക്ക്. ഓ കൊളവാക്കി റൂം കൊളവാക്കി. ഐഷ് വാട്ടെ നാറ്റം. പിടിച്ചെടുത്ത് ഉറക്കട എല്ലാത്തിനെ. ഓക്കെ ബോസ്. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവോ. പനിനീർ ചന്ദ്രികേ ഇനി ഈ പൂങ്കവിൾ കുളിരിൽ മെല്ലെ നീ തഴുകുവാവോ. ഉറങ്ങി. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഓണാഘോഷം നല്ല രീതിയിൽ നടന്നു. അല്ലേടാ ഏതാ? പിന്നെ നല്ല രീതിയിൽ നടന്നു. അപ്പോൾ ഹാപ്പി ഓണം.